Hello dear students, welcome back. Myself MP from Universal Institute, Kottakkal. JEE Mains Session 2 റിസൾട്ട് വന്നു. അതോടൊപ്പം തന്നെ ടോട്ടൽ റിസൾട്ട് രണ്ടിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്ത റിസൾട്ട് വന്നു. അതിൽ 2,50,000 അപ്രോക്സിമേറ്റ്ലി സ്റ്റുഡൻസ് ആണ് JEE അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അഡ്വാൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. JEE അഡ്വാൻസ് എന്ന് പറയുന്ന എക്സാമാണ് IIT-കളിലേക്ക്. ഇന്ത്യയിൽ മൊത്തത്തിൽ 23 IIT-കളുണ്ട്. ആ 23 IIT-കളിലേക്കായി അഡ്മിഷൻ എടുക്കുന്നത് JEE അഡ്വാൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. IIT ക്യാമ്പസുകൾ ഭുവനേശ്വർ, ഗരഖ്പൂർ, ധൻബാദ്, ഭിലായ്, കാൺപൂർ, വാരാണസി, ഇൻഡോർ, ന്യൂഡൽഹി, ജമ്മു, ജോധ്പൂർ, ഗുവാഹട്ടി, പട്ന, റൂർക്കി, മാൻഡി, റോപ്പാർ, ചെന്നൈ, ഹൈദരാബാദ്. കേരളത്തിൽ നമുക്ക് പാലക്കാട് IIT ഉണ്ട്, തിരുപ്പതി, മുംബൈ, ധർവാദ് ആൻഡ് ഗാന്ധിനഗർ ആൻഡ് അഡീഷണലി ഗോവ. 23 IIT-കളാണുള്ളത്. അതിൽ പഴയ IIT-കൾ എന്ന് നമ്മൾ പറയുന്നത് IIT മദ്രാസ്, ബോംബെ, ഡൽഹി, ഗരഖ്പൂർ, കാൺപൂർ, ഗുവാഹട്ടി ആൻഡ് റൂർക്കി. 7 IIT-കളാണ് പഴയ IIT-കളായിട്ട് പറയാറുള്ളത്. നൗ IIT ഹൈദരാബാദ് ഒക്കെ 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അതും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള IIT-കളായി മാറിക്കഴിഞ്ഞു. പാലക്കാട് IIT ഒക്കെ റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള IITs ആണ്. നൗ IIT-കളെ പ്രോഗ്രാംസ് ഏറ്റവും അവിടെ ഡിമാൻഡിങ് ആയിട്ടുള്ളത് അവിടുത്തെ BTech പ്രോഗ്രാമാണ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി 4-year കോഴ്സ്. അതുപോലെ തന്നെ ചില IIT-കളിൽ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ BSc പറയുന്ന പോലെ തന്നെ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാം 4-year കോഴ്സാണ്. BSc 3-year ഡിഗ്രി പോലെ അല്ല. പിന്നെ ഉള്ളത് ചില പ്രത്യേക IIT-കളിൽ ആർക്കിടെക്ചറിന്റെ BArch കോഴ്സ് ഉണ്ട്. സ്പെഷ്യലായിട്ട് IITസിൽ സാധാരണ കാണുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ്. ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കൊണ്ട് BTech MTech അല്ലെങ്കിൽ BSc MSc BS-MS ഡിഗ്രി. അപ്പോൾ 5 വർഷം കൊണ്ട് ഡിഗ്രിയും PGയും കംപ്ലീറ്റ് ചെയ്യുന്ന 2 ഡിഗ്രി സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസിനാണ് ഡ്യുവൽ ഡിഗ്രി എന്ന് പറയാം. അതുകൂടാതെ ഇന്റഗ്രേറ്റഡ് MTech അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. ഇന്റഗ്രേറ്റഡ് MTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് BTech ആൻഡ് നമുക്ക് MTech സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക 5 year കഴിയുമ്പോൾ. BTechന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. സോ 2 സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ അതിന് ഡ്യുവൽ ഡിഗ്രി എന്ന് പറയും. അതിന്റെ മാസ്റ്റേഴ്സും കൂടെ കഴിഞ്ഞ് ഒരു സിംഗിൾ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിട്ടാണ് വിളിക്കാം. സോ BTech, BS, BArch, ഡ്യുവൽ ഡിഗ്രി തന്നെ BTech MTech, ഡ്യുവൽ ഡിഗ്രി തന്നെ BS-MS, ഇന്റഗ്രേറ്റഡ് MTech, ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളാണുള്ളത്. എല്ലാ കോഴ്സുകളും എല്ലാ IITസിലും ഇല്ല, പക്ഷേ പലതും പല IITസിലും നമുക്ക് കാണാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ October 1, 1999 ശേഷം ജനിച്ചവരായിരിക്കണം. അതിൻ്റെ ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. SC/ST സ്റ്റുഡൻസിന് 5 year റിലാക്സേഷൻ ഉണ്ട്. നൗ 2 അറ്റംപ്റ്റ് മാത്രമേ JEE അഡ്വാൻസിന് അലൗഡ് ആയിട്ടുള്ളൂ. അതിൽ തന്നെ 2 അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 അറ്റംപ്റ്റുകളല്ല. നിങ്ങൾ 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇയറും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇയറിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾ 12th കൂടെ ഇനി അറ്റംപ്റ്റ് ചെയ്തില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഈ 2 സമയങ്ങൾ, അതായത് നമ്മൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടടുത്ത വർഷം ഈ 2 ചാൻസുകളാണ് JEE അഡ്വാൻസിന് ഉള്ളത്. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ മറ്റൊരു കണ്ടീഷൻ ഉള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കമ്പൽസറി ആയി പഠിച്ചവരായിരിക്കണം. JEE മെയിൻസ് ഒബ്വിയസ്ലി ക്വാളിഫൈഡ് ആയിരിക്കുകയും വേണം. നൗ 2 അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ 2024 നിങ്ങൾ +2 എഴുതുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ 2023 +2 ചെയ്ത സ്റ്റുഡൻസോ ആയിരിക്കാം. അതിനപ്പുറം ഉള്ള ആളുകൾ പറ്റില്ല. ഇനി രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് May 7th ട്യൂസ്ഡേ ആണ്. അതിൻ്റെ ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് May 10th ഫ്രൈഡേ ആണ്. അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, രാത്രി 11:50 ഒക്കെയാണ് സാധാരണ ക്ലോസിംഗ് ടൈം തരാറുള്ളത്. ഇത് അങ്ങനെയല്ല, വൈകിട്ട് 5 മണിക്ക് അത് ക്ലോസ് ചെയ്യും. സോ 5 മണിയാണ് അതിൻ്റെ ക്ലോസിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ ഡേറ്റ് May 26th എക്സാമിനേഷൻ്റെ പാറ്റേൺ മെയിൻസിൽ നിന്ന് വ്യത്യസ്തമായി അഡ്വാൻസിൻ്റെ 2 പേപ്പറുകൾ ഉണ്ടാവും. ഒരേ ദിവസം തന്നെയാണ്, ഡിഫറൻറ്റ് ഷിഫ്റ്റുകളോ സെഷനുകളോ ഒന്നുമില്ല. ഒരേ ദിവസം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒരേ ദിവസം രാവിലെ പേപ്പർ 1, ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2. 2 പേപ്പറും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. 2 പേപ്പറും 3 മണിക്കൂർ വീതമാണ് എക്സാം ഉണ്ടാവുക. സോ രാവിലത്തെ പേപ്പർ 1 9 o'clock മുതൽ 12 o'clock വരെ, ഉച്ചയ്ക്ക് ശേഷമുള്ളത് 2:30 മുതൽ 5:30 വരെയാണ് ടൈമിങ്. 2 പേപ്പറിലും യൂഷ്വലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിന്നുള്ള ഒരു ഓൺ ആൻ ആവറേജ് അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാരണ പറയാറുള്ളത് 20 questions ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. സോ 60 question ഉള്ള പേപ്പർ, ഉച്ചയ്ക്ക് ശേഷം 60 question ഉള്ള പേപ്പർ. ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഒരിക്കലും ഫിക്സ്ഡ് അല്ല. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ക്വസ്റ്റ്യൻ്റെ പാറ്റേണും അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ടോട്ടൽ സ്കോർ ഒക്കെ ഓരോ വർഷങ്ങളിലും മാറ്റങ്ങൾ വരാറുണ്ട്. അഡ്വാൻസ് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ളൊരു എക്സാം ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 പേപ്പർ എന്തായാലും ഉണ്ടാകും. 2ലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. നൗ അപ്ലൈ ചെയ്യേണ്ടത് www.jeeadvance.ac.in എന്ന സൈറ്റിൽ
നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ JEE മെയിൻസിന്റെ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലപ്പ് ആവും. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 3,200 rupees. അതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SC ST ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനൊക്കെ അതിൻ്റെ പകുതി 1,600 രൂപ മാത്രമാണ് ഫീസ്. ഓൺലൈനായിട്ടാണ് ഫീ പേ ചെയ്യേണ്ടത്. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് 10th സ്റ്റാൻഡേർഡിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി. സോ ഡേറ്റ് ഓഫ് ബർത്ത് 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ SSLC ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻഡ് ആണെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ ക്ലാസ് 12 കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് നിങ്ങൾ അവരുടെ കയ്യിൽ ക്ലാസ് 12ന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ഉണ്ടാകും. അത് കംപ്ലീറ്റ് ചെയ്തവർ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് മാർക്ക് ഷീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണം. സോ 12ന്റെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോ, യു ഷുഡ് അപ്ലോഡ് ഇറ്റ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ SSLC ക്ലാസ് 10 സർട്ടിഫിക്കറ്റിലും ഉള്ള നെയിമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നെയിം ചേഞ്ച് ചെയ്തതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് EWS, OBC, NCL, SC ST ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും കാരണവശാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം പ്രോസ്പെക്ടസിൽ തന്നിട്ടുണ്ട്, അത് ഫില്ലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ എഞ്ചിനീയറിംഗ്, അതാണ് IITs എന്ന് പറയുന്നത്. ആ IITസിൽ പഠിക്കാനുള്ള അവസരമാണ് JEE അഡ്വാൻസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. JEE മെയിൻസ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ, JEE അഡ്വാൻസിന്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി അഡ്മിഷൻ എടുക്കുന്നത് IITs മാത്രമല്ല, വളരെ പ്രീമിയർ ആയിട്ടുള്ള മറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ IISc അഡ്വാൻസിന്റെ പ്രോസ്പെക്ടസിൽ തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ JEE അഡ്വാൻസിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ISER, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ISER JEE അഡ്വാൻസിന്റെ സ്കോർ കൺസിഡർ ചെയ്യാറുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരത്തെ സ്ഥാപനം IISTയിൽ JEE അഡ്വാൻസിന്റെ സ്കോർ കൺസിഡർ ചെയ്യാറുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി, പെട്രോളിയം സ്റ്റഡീസ് എന്ന് പറയുന്ന റായ്ബറേലിയിലെ സ്ഥാപനം JEE അഡ്വാൻസിന്റെ സ്കോർ കൺസിഡർ ചെയ്യാറുണ്ട്. മറ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയത്തിൽ ഇല്ലാത്ത ഒന്നായിരിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി, വിശാഖപട്ടണത്തുള്ള സ്ഥാപനത്തിലും JEE അഡ്വാൻസിന്റെ സ്കോർ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതൊന്നും നമ്മുടെ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ ജോസ വഴി അല്ല അലോട്ട്മെന്റ് വരിക, പകരം അതാത് സ്ഥാപനങ്ങളുടെ അലോട്ട്മെന്റ് പ്രൊസീജിയറുകൾ ഉണ്ടാവും. അവിടെ നമ്മൾ JEE അഡ്വാൻസിന്റെ സ്കോർ അവർ പരിഗണിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈവൻ നിങ്ങൾ JEE മെയിൻസിൽ കുറച്ച് മാർക്ക് കുറവാണെങ്കിലും അഡ്വാൻസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എക്സാം എഴുതണം. ഈവൻ IITs അല്ലെങ്കിലും മറ്റ് പല സ്ഥാപനങ്ങളിലേക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേറ്റുകളും വേഗത്തിലും ആധികാരികവുമായി അറിയാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.